ഏറെക്കുറെ ആരാധകരൊക്കെ കൈവിട്ട മട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ. പ്രധാന കാരണം ഇത്തവണത്തേത് ഒരു തട്ടിക്കൂട്ട് ലീഗാണ് എന്നത് തന്നെ. ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വളരെ വൈകിയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താൻ ധാരണയായത്. മാത്രമല്ല, ലീഗ് നടക്കുമോ എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ പ്രധാന താരങ്ങളെയെല്ലാം ലോണിന് വിട്ടിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തലച്ചോറായ അഡ്രിയാൻ ലൂണ ഇല്ല എന്നതാണ് പ്രധാനമായും ആരാധകർ അകലാൻ കാരണം. പക്ഷേ സർപ്രൈസായി കുറച്ച് സൈനിങ്ങുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട്. ഹലോ ഓൾ, ഇത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ഒരു ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോയുടെ ഒരു തുടക്ക ഭാഗമാണ്. അപ്പോൾ അതിൽ അവർ വീഡിയോ തുടങ്ങാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് ശരിക്കും നമ്മളെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മുഴുവൻ ബ്ലാസ്റ്റേഴ്സിനെ ഏതാണ്ട് ഇട്ടിട്ട് പോയ മട്ടാണ്. അത് അഡ്രിയാൻ ലൂണ ടീം വിട്ടതാണ് ആരാധകരെല്ലാം അകലാൻ കാരണം എന്നൊക്കെയാണ് ഇതിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ പുള്ളിക്കൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടിയ ന്യൂസ് ആണെന്ന് എനിക്ക് അറിയില്ല. ഏത് ഫാൻസ് വിങ് ആണ്, ഏത് ആരാധകനാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അകന്നത് എന്നുകൂടി ഇവർ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. നമുക്കറിയാം പല ഫാൻസ് വിങ്ങുകളുണ്ട്. ഇവരാരും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി നമ്മൾ ഇതുവരെ കണ്ടില്ല. നമ്മൾ പല പ്രതിഷേധങ്ങളും പല കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓരോ ഫാൻസ് വിങ്ങിന്റെ അവകാശങ്ങളാണ്, അവരത് ചെയ്യും. പക്ഷെ ഇതിലും വലിയ പ്രതിസന്ധികളിൽ നിന്ന സമയത്തും ടീമിനെ അല്ലെങ്കിൽ നമ്മുടെ ക്ലബിനെ ഇട്ടിട്ട് ആരും പോയി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പോവുകയും ഇല്ല ആരും. അല്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാണ് ലോയൽ എന്ന് പറയുന്നത്? നമ്മളൊരു ലോയൽ ഫാൻസ് ആണ് എന്നതാണ് എന്റെ വിശ്വാസം. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനുള്ളത് ലോയൽ ഫാൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇട്ടിട്ട് പോയി എന്നൊക്കെ, അപ്പോൾ ഇട്ടിട്ട് പോകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് മച്ചാൻ എന്തായാലും കോഴിക്കോട്ടോട്ട് വായോ. നമ്മുടെ കോഴിക്കോട്ടാണ് ഈ പ്രാവശ്യം നമ്മുടെ ഹോം സ്റ്റേഡിയം. അപ്പോൾ അവിടേക്ക് വാ, എന്നിട്ട് ഗാലറിയെ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഫാൻസ് ഇട്ടിട്ട് പോയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഗാലറിയെ കണ്ടിട്ട് നിങ്ങൾ തിരുത്തി പറയുകൂടെ വേണം കേട്ടോ. അങ്ങനെ അല്ലായിരുന്നു കേട്ടോ എന്നുള്ളത്. ഇത് കോൺഫിഡൻസോട് കൂടി തന്നെയാണ് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ആരാധകർ അങ്ങനെയാണ്, ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അങ്ങനെയാണ്. ബ്ലാസ്റ്റേഴ്സ് എന്നത് ഓരോ മലയാളിയുടെയും നെഞ്ചിന്റെ ഉള്ളിൽ കയറി കൂടിയ ഒരു ജിന്നാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അങ്ങ് അടച്ചാക്ഷേപിക്കല്ലേ, നമ്മൾ ഫാൻസിനെ അങ്ങനെ അടച്ചാക്ഷേപിക്കല്ലേ. നിങ്ങൾക്ക് ബാംഗ്ലൂർ ശ്രീകണ്ഠീരവ സ്റ്റേഡിയം അറിയാമല്ലോ. അപ്പോൾ ബാംഗ്ലൂർ FC ആയിട്ട് നമ്മൾ ഇതുവരെ ഒരു എവേ മത്സരം അവിടെ വിജയിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഇപ്പോഴും നമ്മൾ ശ്രീകണ്ഠീരവയിൽ പോയി ആ ഒരു എവേ വിജയത്തിന് വേണ്ടി നമ്മൾ സ്ഥിരം ബാംഗ്ലൂർ പോകുന്ന ആളുകളാണ്. നമ്മൾ ട്രാവൽ ചെയ്ത് പോയി കളി കാണുന്നവരാണ് നമ്മൾ. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ പല തവണ അവിടെ തോറ്റിട്ടും പിന്നെയും നമ്മൾ അവിടെ ട്രാവൽ ചെയ്ത് ചെല്ലുന്നുണ്ട് ബാംഗ്ലൂർ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളോടാണ് നിങ്ങൾ ഈ പറയുന്നത് നമ്മൾ ഇട്ടിട്ട് പോയി അല്ലേ? ഇത്രയും വർഷങ്ങളായിട്ട് ഒരു കപ്പിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന നമ്മളോടാണ് നിങ്ങൾ പറയുന്നത് നമ്മൾ ഇട്ടിട്ട് പോയി എന്നല്ലേ? അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ തന്നെ ക്ലബ് ഫുട്ബോളിൽ അല്ലെങ്കിൽ ഫുട്ബോളിൽ തന്നെ ഒരു ടീമിനെ അല്ലെങ്കിൽ ക്ലബിനെ ഇട്ടിട്ട് പോകുന്നവരെ ഫാൻസ് ഒന്നും പിന്നെ പറയാൻ പറ്റില്ലല്ലോ. ഒരു ക്ലബിന്റെ അല്ലെങ്കിൽ ഒരു ടീമിന്റെ ഏറ്റവും മോശം സമയത്ത് ഒപ്പം നിൽക്കുന്നവരെയാണ് ഫാൻസ് എന്ന് പറയുന്നതെന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെ ഇട്ടിട്ട് പോകുന്നവരെ നമുക്ക് പിന്നെ ഫാൻസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. നല്ല സമയത്ത് കൂടെ നിൽക്കുന്നവരാണോ ഫാൻസ്? അല്ല. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിട്ട് അവർ അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല. നിങ്ങളിങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. അപ്പോൾ അവർ എന്നും ലോയലാണ്, അവരെന്നും യെല്ലോ ആണ്. അപ്പോൾ നിങ്ങൾ ആ പറഞ്ഞത് ശരിയായില്ല. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് തിരുത്തേണ്ടി വരും. അത് നമുക്ക് എന്തായാലും ISL തുടങ്ങിയിട്ട് കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ വെച്ച് കാണാം. അപ്പോൾ തിരുത്തിയാൽ മതി. ഓക്കെ, താങ്ക്